ഡിയർ സ്റ്റുഡൻസ്, ആനിമൽ കിങ്ഡത്തിലെ അടുത്ത രണ്ട് ഫൈലമാണ് ഫൈലം ആഷ് ഹെൽമിന്തസ് ആൻഡ് അനിലിഡ. അപ്പോൾ നമ്മൾ 4 ഫൈലംസാണ് പഠിച്ചു കഴിഞ്ഞ്. പോറിഫറ, സിലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ് ആൻഡ് ആസ് ഹെൽമിന്തസ്. അടുത്തത് ആസ് ഹെൽമിന്തസ് ആൻഡ് അനിലിഡ. ഈ 2 ഫൈലത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ആദ്യത്തെ ആഷ് ഹെൽമിന്തസ് എന്താണെന്ന് നോക്കാം. ഫൈലം ആഷ് ഹെൽമിന്തസിൻ്റെ അകത്ത് വരുന്ന ജീവികളെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവരെ നമുക്ക് പരിചയമുള്ളൊരു വേമാണ്. ഇവരെ അറിയപ്പെടുന്നത് റൗണ്ട് വേംസ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ വിരയുടെ ശല്യം ഉണ്ടാവാറുണ്ടല്ലേ, വിരശല്യം, റൗണ്ട് വേം ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ജീവികൾ വരുന്ന ഫൈലമാണ് ആഷ് ഹെൽമിന്തസ് എന്ന് പറയുന്നത്. ഇനി ഈ ആഷ് ഹെൽമിന്തസിൻ്റെ അകത്ത് വരുന്ന ജീവികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ബോഡി ഓഫ് ദ ആഷ് ഹെൽമിന്തസ് ഈസ് സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ, ഹെൻസ് ദ നെയിം റൗണ്ട് വേം. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട വിരകളാണ് അല്ലേ, റൗണ്ട് ഷേപ്പ് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മളെടുത്ത് ഇതിനെ എടുത്ത് ഒന്ന് മുറിച്ച് നോക്കിയാൽ ഇതിൻ്റെ സർക്കുലറാണ്, ഇങ്ങനെ റൗണ്ട് ഷേപ്പാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റൗണ്ട് വേം, ക്രോസ് സെക്ഷൻ സർക്കുലർ ആയതുകൊണ്ടാണ് ഇതിനെ റൗണ്ട് വേം എന്ന് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ പ്ലാറ്റി ഹെൽമിന്തസ് പറഞ്ഞപ്പം ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് എന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ പരന്ന വിരകൾ, ഇവിടെ അങ്ങനെയല്ല, ഉരുണ്ടിരിക്കുന്ന റൗണ്ട് ഷേപ്പാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, റൗണ്ട് വേംസ് എന്ന് വിളിക്കുന്നത്. ഇവർ കൂടുതലും ദേ മേ ബി ഫ്രീ ലിവിങ്, അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഓർ പാരസറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇവർ അക്വാട്ടിക് ആയിട്ടുള്ളവരുണ്ട്, ഫ്രീ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, ടെറസ്ട്രിയൽ ആളുകളുണ്ട്, പാരസൈറ്റ്സും ഉണ്ട്. ഫ്രീ ലിവിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ആരുടെയും ശരീരത്തൊന്നും അല്ലാതെ വെറുതെ ജീവിക്കുന്ന ജീവികൾ, വെള്ളത്തിൽ ജീവിക്കുന്ന, ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ജീവികൾ കാണും. പിന്നെ മണ്ണിൽ ജീവിക്കുന്ന ജീവികൾ കാണും, ടെറസ്ട്രിയലായിട്ടുള്ള കാണുന്ന ജീവികൾ. പിന്നെ കൂടുതലും ആൾക്കാർ പാരസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരുമാണ് ഉണ്ട്. പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ പാരസൈറ്റ് ആയിട്ടുള്ള ജീവികളും നമുക്കിതിൽ കാണാം. കൂടുതലും നമ്മൾ ഈ റൗണ്ട് വേം എന്ന് കോമൺ ആയിട്ട് വിളിക്കുന്നത് നമുക്കറിയാം, മനുഷ്യൻ്റെ കുടലിൽ കാണുന്നത് ഒരു തരം വേമാണ് റൗണ്ട് വേംസ് എന്ന് കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അത് വേറൊരു അത് തന്നെ പല ടൈപ്പിലെ വേംസ് നമുക്ക് ആഷ് ഹെൽമിന്തസിൽ കാണാൻ കഴിയും. ഇനി ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എൻ്റെ ക്യാരക്ടേഴ്സ്. റൗണ്ട് വേംസ് ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു ഫൈലത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഓർഗൻ സിസ്റ്റംസ് കാണുന്നത്. നേരത്തെയുള്ള ഫൈലങ്ങളിലെല്ലാം നമ്മൾ സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ പറഞ്ഞു, ടിഷ്യൂ ലെവൽ പറഞ്ഞു, ഓർഗൻ ലെവൽ പറഞ്ഞു. ഇനി ഓർഗൻ സിസ്റ്റം കാണപ്പെടുന്ന ഫസ്റ്റ് ഫൈലമാണ്. ഓർഗൻ സിസ്റ്റം കാണുന്ന ജീവികളാണ് റൗണ്ട് വേംസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവരുടെ ശരീരത്തിൽ ഓരോ സിസ്റ്റംസ് ആയിട്ട് തന്നെ ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെയുള്ള സിസ്റ്റംസ് ആയിട്ട് തന്നെ ഇവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. ഈ വേമിനെ നമുക്ക് പകുതിയായിട്ട് ഒറ്റ പ്ലെയിനിൽ കൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ അല്ലേ, അതുകൊണ്ട് അവർ ബൈലാറ്ററൽ സിമെട്രിയാണ്. പിന്നെ മറ്റൊരു പോയിൻ്റാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. നേരത്തെ നമ്മൾ പറഞ്ഞാണ്, കഴിഞ്ഞ ഫൈലത്തിലും പറഞ്ഞാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവരുടെ എംബ്രിയോയുടെ വളർച്ച സമയത്ത് അവർക്ക് 3 ഡെർമൽ ലെയേഴ്സ് അല്ലെങ്കിൽ 3 ജേം ലെയേഴ്സ് ഉണ്ട് അല്ലേ, എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. ഈ 3 ജേം ലെയേഴ്സും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു, ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു അല്ലേ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ സ്യൂഡോസീലോമേറ്റ്സ് ആണ്. എന്താണ് സ്യൂഡോസീലോമേറ്റ്? നമ്മൾ സീലോം പറഞ്ഞിരുന്നു. സീലോം, യഥാർത്ഥ സീലോം ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഡെവലപ്പ് ഇൻ ദ മീസോഡേമൽ ഏരിയ അല്ലേ. ഈ മീസോഡേമൽ ഏരിയയിൽ ഒരു ക്യാവിറ്റി രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥ സീലോം ഉള്ളവരെന്ന് പറയുന്നത്. പക്ഷേ ഈ ജീവികളിൽ മീസോഡേമിൻ്റെ ഭാഗത്ത് ഈ മീസോഡേമൽ ഏരിയയിൽ ക്യാവിറ്റിക്ക് പകരം പൗച്ചസ് ആയിട്ടാണ് പോകുന്നത്. ചെറിയ ചെറിയ പോക്കറ്റ്സ് ആയിട്ടാണ് നമുക്ക് മീസോഡേം കാണുന്നത്. അപ്പോൾ യഥാർത്ഥ മീസോഡേം ഇവർക്ക് ഇല്ല. മണ്ണിൽ നമുക്കറിയാം, മണ്ണിലൊക്കെ കളിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ പണ്ട് കാലത്തൊക്കെയാണ്, ഇപ്പോൾ വലുതായിട്ട് ആർക്കും റൗണ്ട് വേം ഡിസീസ് ഒന്നും കുറവാണ്. എന്നാലും നമുക്കറിയാം മണ്ണിൽ
ഒക്കെ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുമൊക്കെ ഇതിൻ്റെ മുട്ട കയറിയിട്ട് അവർ കൈയൊന്നും ശരിക്കും കഴുകാതെയും ഒക്കെ ചെയ്യുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് വേറൊരാളുടെ ശരീരത്തിനുള്ളിൽ കയറുകയും ചെയ്യും. അങ്ങനെ വേറൊരാളുടെ ശരീരത്തിനുള്ളിൽ കയറി ഇതിരുന്ന് വളർന്ന് ആ ലാർവ വിരിഞ്ഞ് അടുത്ത വേമായിട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇതിങ്ങനെ കിടന്ന് അതൊരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ ഒരാളുടെ ശരീരത്തിൽ നിന്ന് അടുത്ത ആളുടെ ശരീരത്തിലേക്ക് ഇതിങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നമുക്കറിയാം, നമ്മൾ പച്ചക്കറികളൊക്കെ മണ്ണിലാണല്ലോ കളിക്കുന്നത്. അപ്പോൾ ഈ മണ്ണിലൊക്കെ ഉള്ള ഈ വേംസിൻ്റെ മുട്ടകളുണ്ടെങ്കിൽ ഇപ്പോൾ തുറസായ സ്ഥലങ്ങളിലൊക്കെ മലവിസർജനം ചെയ്യുന്ന ആളുകൾ ഈ മലത്തിൽ കൂടെ ഈ എഗ്ഗ് മണ്ണിൽ കലരുകയും അങ്ങനെ പച്ചക്കറികളിലൊക്കെ ഇത് പറ്റി പിടിച്ചിരുന്ന് നമ്മൾ ശരിക്കും കഴുകാതെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുട്ടകളൊക്കെ അടുത്ത ആളിലേക്ക് ഇത് കയറിപ്പറ്റും. അങ്ങനെയാണ് ഇത് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. ബീജസംയോജനം നടക്കുന്നത് ഒരാളുടെ ശരീരത്തിൻ്റെ കുടലിനുള്ളിൽ വെച്ച്, അതായത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കും. അതായത് ഇതിൻ്റെ ഈ ആനിമലിനും കൂടെ ബോഡിക്കുള്ളിൽ വെച്ച് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയും അങ്ങനെ ചില ജീവികളിൽ ലാർവയുണ്ട്, ചില ജീവികളിൽ ലാർവയില്ല. അപ്പം ലാർവ ഇല്ലാത്തവരെയാണ് നമ്മൾ ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. യങ് വൺസ് റിസംബിൾസ് ദ അഡൽറ്റിനെ പോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അല്ല, ലാർവ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ട് തരം ജീവികളും ഉണ്ട്. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ഉള്ളവരും ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ഉള്ളവരും. ഓർത്തിരിക്കുക, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർവ ഇല്ലാത്തതും ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർവ ഉള്ളതുമാണ്. നെക്സ്റ്റ് കുറേ എക്സാമ്പിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അസ്കാരിസിനെ കുറിച്ചാണ് പറഞ്ഞത്. അസ്കാരിസ് ഒരു പാരസൈറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ കുടലിനുള്ളിൽ ഇത് ബ്ലോക്കേജ് ഉണ്ടാക്കുന്ന ഒരു വേമാണ് അസ്കാരിസ്. ആൻഡ് ആ ബ്ലോക്കേജിന് ഇപ്പോൾ കുഞ്ഞു പിള്ളേരുടെ ഒക്കെ ശരീരത്തിനുള്ളിൽ കുടലിൻ്റെ അകത്തൊക്കെ ഇത് ഒത്തിരി അമിതമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗത്തിന് പറയുന്ന പേരാണ് അസ്കാരിയാസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കും. അതായത് അവരുടെ ഇൻഡസ്ട്രീൻ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അസ്കാരിയാസിസ് എന്ന് പറയുന്നത്. മറ്റൊരു വേമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഫൈലേറിയൽ വേം എന്ന് പറയുന്ന വേം. ഫൈലേറിയൽ വേം മന്ത് ഉണ്ടാക്കുന്ന വേമാണ്. ഇതിൻ്റെ പേരാണ് വൂഷറേറിയ എന്ന് പറയും. വൂഷറേറിയ എന്ന് പറയുന്ന വേമാണ്. ഇത് നമ്മുടെ ബോഡിയിലുള്ള ലിംഫ് വെസലുകളിലാണ് ഇത് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലിംഫ് വെസൽ നിങ്ങൾക്കറിയാം, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് വെസൽസിനോടൊപ്പം പോകുന്ന വെസലുകളാണ്, ബ്ലഡ് വെസൽ പോലെ തന്നെ ഇരിക്കുന്ന ലിംഫ് ഒഴുകുന്ന വെസലുകളാണ് ലിംഫ് വെസൽസ്. അപ്പോൾ ആ ലിംഫ് വെസൽസിലൊക്കെ ഇത് കയറി പെറ്റുപെരുകി നിറഞ്ഞ് നമ്മുടെ ലിംഫിനെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഫൈലേറിയാസിസ് എന്നോ അല്ലെങ്കിൽ എലിഫൻറ്റിയാസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. മന്ത് എന്ന് പറയുന്ന രോഗമുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. എലിഫൻറ്റിയാസിസ് ഉണ്ടാക്കുന്ന അല്ലെ ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്ന രോഗമാണോ ഏതെന്ന് ചോദിച്ചാൽ ഫൈലേറിയൽ വേം അല്ലെങ്കിൽ വൂഷറേറിയ എന്ന് പറയാം. അടുത്ത മറ്റൊരു വേമാണ് ഹുക്ക് വേം ഡിസീസ്. ഹുക്ക് വേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹുക്ക് വേം എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തരം വേമാണ്. ഇതാണ് ഹുക്ക് വേം. ഹുക്ക് വേം ഏറ്റവും ചെറിയ വേംസ് ആണ്. അതിൻ്റെ പറയുന്ന പേരാണ് അൻഗൈലോസ്റ്റോമ. അൻഗൈലോസ്റ്റോമ എന്ന് പറയുന്ന, നമ്മളിത് മലയാളത്തിൽ കൊക്കപ്പുഴു എന്ന് പറയും. ഹുക്ക് വേം ഡിസീസ് എന്ന് പറയും. അതും ഇതേപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ എൻ്റർ ചെയ്യും. അത് പുറത്ത് വന്നിട്ട് മണ്ണിൽ കൂടോ ഒക്കെ മറ്റൊരാളുടെ ശരീരത്തിൽ ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് ഹുക്ക് വേം എന്ന് പറയുന്ന രോഗം. അപ്പോൾ ആഷ് ഹെൽമിന്തസിൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെ പ്രത്യേകതകളാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആഷ് ഹെൽമിന്തസ് ഇസ് സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ, ഹെൻസ് നെയിംഡ് ആസ് റൗണ്ട് വേംസ് എന്ന് പറയുന്നു. ദേ മേ ബി ഫ്രീ ലിവിങ്, അക്വാട്ടിക്, ടെറസ്ട്രിയൽ ഓർ പാരസൈറ്റ്സ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഫ്രീ ലിവിങ് ഉണ്ട്, അക്വാട്ടിക് ഉണ്ട്, ടെറസ്ട്രിയൽ അങ്ങനെയാണ്. പാരസൈറ്റുകളാണ് കൂടുതലും. റൗണ്ട് വേംസിന് എന്തുണ്ട്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സ്യൂഡോസീലോമേറ്റ് ആണ്. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സ്യൂഡോസീലോമേറ്റ് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. ഏത് ഫൈലത്തിലാണ് ഈ പ്രത്യേകതകൾ കാണുന്നതെന്ന് ചോദിച്ചാൽ ആഷ് ഹെൽമിന്തസ് ആണ് കാണുന്നത്. ആൻഡ് അലിമെൻ്ററി കനാൽ ഈസ് കംപ്ലീറ്റ് വിത്ത് എ വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫാരിങ്സ്. പിന്നെ പറഞ്ഞ് അവർക്ക് എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്.
removes body waste from the body cavity through excretory pores. സെക്സസ് സെപ്പറേറ്റ് ആണ്. അതിനെ ഡയേഷ്യസ് എന്നാണ് പറയുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഡിസ്റ്റിങ്. നമുക്കറിയാം മെയിലും ഫീമെയിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഓഫൺ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഫീമെയിൽസ് ആണ് വലുത് മെയിൽസിനെ കാട്ടി. ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഫെർട്ടിലൈസേഷൻ അകത്ത് നടക്കുന്ന ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ്, വേംസിൻ്റെ ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ് നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ഉള്ളവരും ഉണ്ട്, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് മീൻസ് നോ ലാർവൽ സ്റ്റേജ്, ഇൻഡയറക്റ്റ് മീൻസ് ലാർവൽ സ്റ്റേജ് ഈസ് പ്രസൻറ്റ്. ഇത്രയാണ് ആഷ് ഹെൽമിന്തസിനെ കുറിച്ച് പറയാം. അതൊരു ചെറിയ ഫൈലമാണ്, ഒത്തിരി ജീവികളൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് സ്യൂഡോ സീലോമേറ്റ്സ് എന്നുള്ള ഒരു പ്രത്യേകത ഇവർക്ക് ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ജീവികളെക്കുറിച്ചൊക്കെ ഓർക്കുക. ഫൈലേറിയൽ വേം, അസ്കാരിയാസിസ്, അസ്കാരിസ് എന്ന് പറയുന്ന വേം, ഫൈലേറിയൽ വേം, ഹുക്വേം പോലുള്ള ജീവികളെക്കുറിച്ച് പേരും ഓർത്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഫൈലമാണ് ഫൈലം അനിലിഡ എന്ന് പറയുന്ന വേംസ്. അനിലിഡ എന്ന് അറിയപ്പെടുന്നത് സെഗ്മെൻറ്റഡ് വേംസ് എന്നാണ്. ഇവരുടെ ശരീരത്തിലെല്ലാം സെഗ്മെൻറ്റ്സ് നമുക്ക് ധാരാളം കാണാൻ കഴിയും. അനിലിഡയിൽ വരുന്ന ഒരു പ്രധാന എക്സാമ്പിളാണ് നമ്മുടെ എർത്ത് വേം എന്ന് പറയുന്ന ജീവി, മണ്ണിര എന്ന് പറയുന്ന ജീവി. മണ്ണിരയെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ദേ മേ ബി അക്വാട്ടിക്, മറൈൻ ഓർ ഫ്രഷ് വാട്ടർ or terrestrial, free living and sometimes parasites. അപ്പോൾ ഇതിൻ്റെ ഈ ഫൈലത്തിൽ, അതായത് ഫൈലം അനിലിഡയിൽ പലതരം ജീവികളുണ്ട്. അക്വാട്ടിക് ആയിട്ടുള്ള തന്നെ ജീവികളുണ്ട്. വെള്ളത്തിൽ കാണുന്ന ജീവികൾ കടലിലുള്ളവരുമുണ്ട്, ഫ്രഷ് വാട്ടറിലുള്ളവരുമുണ്ട്. പിന്നെ ടെറസ്ട്രിയൽ, മണ്ണിലൊക്കെ കാണുന്ന ജീവികളുണ്ട്. ഫ്രീ ലിവിങ് ആയിട്ട് ജീവിക്കുന്ന ജീവികളുണ്ട്. പിന്നെ ചിലതുകൾ എന്താണ്, പാരസൈറ്റ്സും ആണ്. ഇപ്പോൾ മണ്ണിരയുടെ പ്രത്യേകതകൾ, മണ്ണിരയുടെ നമുക്ക് അതൊരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. പാരസൈറ്റ്സ് വേണമെങ്കിൽ നമുക്ക് പാരസൈറ്റിക് ആയിട്ട് ഒന്നും പറയാനില്ല അതിൻ്റെ കാര്യം. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ജീവികൾ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ദേ എക്സിബിറ്റ് ഓർഗൻ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ, പലതരം ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്. ഓർഗൻ ലെവലല്ല, ഓർഗൻ സിസ്റ്റം ലെവൽ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് പലതരം സിസ്റ്റംസ്, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെയുള്ള എല്ലാ ന്യൂറൽ സിസ്റ്റം ഒക്കെ ഉണ്ട് അവർക്ക്. ആൻഡ് ദെയർ ബൈലാറ്ററൽ സിമെട്രിക്കൽ, അല്ലേ? ബൈലാറ്ററൽ, രണ്ടായിട്ട് ഒറ്റ പ്രതലത്തിൽ കൂടി മാത്രമേ നമുക്ക് ഹാഫാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. പിന്നെ ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക്, ഓൾറെഡി നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞു. ട്രിപ്ലോബ്ലാസ്റ്റിക് 3 ജേം ലെയേഴ്സ് ഉള്ളവരാണ്. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഫൈലം തൊട്ടാണ് യഥാർത്ഥ സീലോം ഉള്ളവർ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അത് ഓർത്തിരിക്കുക. അനിലിഡയിലാണ് സീലോമേറ്റ് ആനിമൽസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഫൈലം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാവരും എങ്ങനെയുള്ളവരാണ്? സീലോമേറ്റ് ആനിമൽസ്. ദേ ഹാവ് എ വെൽ ഡെവലപ്ഡ് സീലോം. എന്താണ് സീലോം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി, അല്ലേ? ഇപ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസിൽ എക്ടോഡേം, മീസോഡേം ആൻഡ് എൻഡോഡേം എന്ന് പറഞ്ഞ 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അതിൽ മീസോഡേമൽ ലെയറിൽ ഒരു ക്യാവിറ്റി രൂപപ്പെടുകയാണെങ്കിൽ, ഈ റെഡ് കളറിലെ ഭാഗത്താണല്ലോ ഒരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്ത്, ദിസ് ക്യാവിറ്റി ഈസ് കോൾഡ് ആസ് സീലോം. അപ്പോൾ മീസോഡേമിൻ്റെ ഭാഗത്ത് ഇഫ് ദർ ഈസ് എ ക്യാവിറ്റി ഇറ്റ് ഈസ് കോൾഡ് ആസ് സീലോം, അല്ലേ? അപ്പോൾ എക്ടോഡേമും എൻഡോഡേമിൻ്റെയും കൂടെ ഇടയ്ക്കായിട്ട് മീസോഡേമൽ റീജിയനിലാണ് സീലോം ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ആ സീലോം ഉള്ളവരെയാണ് സീലോമേറ്റ് ആനിമൽസ് എന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥ സീലോം ഉള്ളവരാണ് അനിലിഡ എന്ന് പറയുന്ന ജീവി. ഈ ക്യാവിറ്റി അതിൻ്റെ അലിമെൻ്ററി കനാലായിരിക്കും. ഇതാണ് സീലോം എന്ന് പറയുന്നത്. ഇനി വേറൊന്ന് ഞാൻ പറഞ്ഞിരുന്നത്, ദേ ആർ മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ്. ദെയർ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. ധാരാളം സെഗ്മെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ആ സെഗ്മെൻറ്റുകളെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. മെറ്റാമിയേഴ്സ്, നേരത്തെ നമ്മൾ ബേസിക് ക്യാരക്ടേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു മെറ്റാമിയേഴ്സ് എന്നാണ് ഇവരെ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് എന്ന് വിളിക്കുന്നത്. ദർ ബോഡി സർഫസ് ഈസ് ഡിസ്റ്റിങ്ക്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെൻറ്റ്സ് ഓർ മെറ്റാമിയേഴ്സ് ആൻഡ് ഹെൻസ് ദ ഫൈലം നെയിംഡ് അനിലിഡ. അവരെ സെഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് അവരെ സെഗ്മെൻറ്റഡ് വേംസ് എന്ന് പറയുന്നത്. അതുപോലെ ലാറ്റിൻ ഭാഷയിൽ ആനുലസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിങ്സ്, ഇങ്ങനെ ഓരോ റിങ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പേര് അനിലിഡ എന്ന് പേര് വന്നത്. അത് ഓർത്തിരിക്കുക. മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ആണ്.
പിന്നെ ദേ പൊസസ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ഇവർ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മണ്ണിര മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു പോകുന്ന, ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവരുടെ ബോഡിയിൽ 2 തരം മസിൽസ് ഉണ്ട്. നീളമുള്ള ലെങ്തി ആയിട്ടിരിക്കുന്ന മസിൽസ്, ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് എന്നും. ഇങ്ങനെ വളയങ്ങൾ പോലെ ഇരിക്കുന്ന മസിലുകളെ സർക്കുലർ മസിൽസ് എന്ന് പറയും. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഈ സർക്കുലർ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കൺട്രാക്ഷൻ റിലാക്സേഷൻ കൊണ്ടാണ് ഈ ജീവികൾ മൂവ് ചെയ്യുന്നത്. അവരുടെ ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ഇനി മറ്റൊരു ജീവിയാണ്, എർത്തോമിനെ പോലെ വേറൊരു ജീവിയാണ് നീറിസ് എന്ന് പറയുന്ന ഒരു ജീവി. ഈ നീറിസ് എന്ന് പറയുന്ന ജീവി സാധാരണ ഇറ്റ് ഈസ് മറൈനാണ്. കടൽ തീരത്തൊക്കെ കാണുന്ന, കടൽ തീരത്തുള്ള മണലിൽ കാണുന്ന ജീവികളാണ് ഈ നീറിസ്. മറൈൻ അൻലിഡാണ്. അക്വാട്ടിക് അൻലിഡ് ലൈക്ക് നീറിസ് പൊസസ് ലാറ്ററൽ അപ്പൻഡേജസ് കോൾഡ് പാരപ്പോഡിയ വിച്ച് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. ഇവർക്ക് കാല് പോലിരിക്കുന്ന ചില വസ്തുക്കൾ ഇവർക്കുണ്ട്, ചില സാധനങ്ങളുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് പാരപ്പോഡിയ എന്ന് പറയും. പാരപ്പോഡിയ എന്ന് പറയുന്നത് അവരുടെ ലോക്കോമോഷൻ, അല്ലെങ്കിൽ ഇവർ വെള്ളത്തിൽ നീന്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പാരപ്പോഡിയ. അവരുടെ ലെഗ്സ് ആണെന്ന് നമുക്ക് പറയാം. പാരപ്പോഡിയ 2 സൈഡിലായിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സാണ് പാരപ്പോഡിയ. പിന്നെ ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. അവർക്ക് ഇവരുടെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അത് ഒരു പ്രത്യേകത, അൻലിഡയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മൾ നോൺ കോഡേറ്റ്സ് പഠിക്കുമ്പോൾ ഈ ഒരു ഫൈലത്തിൽ മാത്രമേ ഉള്ളൂ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന കാര്യം ഉള്ളത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ദ ബ്ലഡ് ഫ്ലോസ് ഓൺലി ത്രൂ ബ്ലഡ് വെസൽസ്. വേറെ ഓപ്പൺ സ്പേസസിലൊന്നും ബ്ലഡ് കെട്ടിക്കിടക്കത്തില്ല. ബ്ലഡ് വെസൽസ് അവർക്കുണ്ട്. ഡോഴ്സൽ സൈഡിൽ ബ്ലഡ് വെസൽ ഉണ്ട്, വെൻട്രൽ സൈഡിലും ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ഡോഴ്സൽ സൈഡിലെ ബ്ലഡ് വെസൽ, ഈ റെഡിൽ കാണിച്ചേക്കുന്ന ഈ ഭാഗത്തോട് പോകുന്നതാണ് വെൻട്രൽ ബ്ലഡ് വെസൽ. ഈ 2 ബ്ലഡ് വെസൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ഷൻസ് കാണാം. ആ കണക്റ്റിംഗ് സാധനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലാറ്ററൽ ഹാർട്ട് എന്ന് പറയും. ഒത്തിരി ഹൃദയം ഇവർക്കുണ്ട്. ഏകദേശം ഒരു 8 ഹൃദയമോളം ഇവർക്ക് ലാറ്ററൽ ഹാർട്ട്സ് നമുക്ക് കാണാം. അപ്പോൾ ഹൃദയവും ബ്ലഡ് വെസൽസും ബ്ലഡും എല്ലാം ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ ഇവരെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇവരുടെ എക്സ്ക്രീഷൻ ഓസ്മോ റെഗുലേഷൻ ഒക്കെ സഹായിക്കുന്നത്, അതായത് വിസർജനത്തിന് സഹായിക്കുന്ന ഒരു അവയവമാണ് നെഫ്രീഡിയ എന്ന് പറയുന്നത്. അതും ശ്രദ്ധിച്ചോണം. ഈ ശരീരത്തിലെല്ലാം, അവരുടെ ബോഡിയിലെല്ലാം ഈ നെഫ്രീഡിയ നമുക്ക് കാണാം. ആ നെഫ്രീഡിയ എന്ന് നമ്മൾ എന്തിന് ഉപയോഗിക്കുന്ന, അവരുടെ ഓരോ സെഗ്മെൻറ്റിൻ്റെ അകത്ത് നെഫ്രീഡിയാസ് ഉണ്ട്. ആ ഓരോ സെഗ്മെൻറ്റിലും ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ കളക്ട് ചെയ്ത് പുറന്തള്ളുക എന്നുള്ളതാണ് ഈ നെഫ്രീഡിയയുടെ ജോലി. നെഫ്രീഡിയ ഇസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ആൻലിഡ്സ് എന്നോർത്തിരിക്കുക. അടുത്ത് അവരുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റം ശകലം ഡെവലപ്ഡ് ആണ്. അവർക്ക് ബ്രെയിനും സ്പൈനൽ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ദേ ഹാവ് സം ന്യൂറോൺസ്. നമുക്കറിയാം നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂറോൺസ് എന്നറിയാം അല്ലേ. ന്യൂറോണുകൾ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് അതിൻ്റെ പുറത്തൊരു മെംബ്രെയിനും കൂടെ വരുമ്പോഴാണ് നമ്മളവരെ ഗാംഗ്ലിയോണുകൾ എന്ന് വിളിക്കുന്നത് അല്ലേ. ന്യൂറോണുകളുടെ ഒരു കൂട്ടം വിച്ച് ഇസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ. അതിന് ഗാംഗ്ലിയോണുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ ബ്രെയിനൊക്കെ വരേണ്ട ഭാഗത്ത് ഒരു ഗാംഗ്ലിയോണുണ്ട്. അതുകൂടാതെ അവരുടെ വെൻട്രൽ സൈഡിൽ, അതായത് അടിയിൽ ഭാഗത്തായിട്ട് ഡോഴ്സൽ എന്ന് പറയുന്ന പുറം ഭാഗം, അടിഭാഗമാണ് വെൻട്രൽ സൈഡ്. വെൻട്രൽ ഭാഗത്ത് ഓരോ സെഗ്മെൻറ്റിലും ഇതുപോലുള്ള സെഗ്മെൻറ്റഡ് ഗാംഗ്ലിയോണുകളെ നമുക്ക് കാണാൻ കഴിയും. ഓരോ സെഗ്മെൻറ്റ് ഗാംഗ്ലിയോൺ അത് ജോഡിയായിട്ട് പെയർഡായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരെണ്ണം, അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കാണുന്നത്, ഈ 2 എണ്ണം. എന്നിട്ട് ഇവരെല്ലാം കണക്ട് ചെയ്യാൻ ചില കണക്റ്റിംഗ് നെർവ് കോഡുകളും നമുക്കിവിടെ കാണാം. അപ്പം അങ്ങനെ ശകലം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം ഇവർക്കുണ്ട്. ന്യൂറൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പെയർഡ് ഗാംഗ്ലിയോൺ, ജോഡിയായിട്ട് കാണുന്ന ഗാംഗ്ലിയോണും ഉണ്ട്. കണക്റ്റഡ് ബൈ ലാറ്ററൽ നെർവ്സ് ടു ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. അപ്പോൾ ഇതിനെല്ലാം കണക്ട് ചെയ്താണ് കാണുന്നത്. അങ്ങനെ ഒരു നെർവസ് സിസ്റ്റം ഇവർക്ക് ഉണ്ട്. ഇനിയും അവരുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നീറസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നീറസ് എന്ന് പറയുന്ന കടലിൽ കാണുന്ന ഒരു
മറൈൻ അനിലിഡാണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ഫോം ഈസ് ഡയേഷ്യസ്. ഇവരിലാണെങ്കിൽ നമുക്ക് ഡയേഷ്യസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മെയിലെന്നും ഫീമെയിലെന്നും വേർതിരിച്ച് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ജീവിയാണ് നീറസ്. പക്ഷേ എർത്ത്വേം ആൻഡ് ലീച്ചസ് ആർ മൊണേഷ്യസ്. എർത്ത്വേം നിങ്ങൾക്കറിയാം, മണ്ണിര. ഇനി ലീച്ച് എന്ന് പറയുന്നത് കൊളയട്ട എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ജീവിയാണ് അല്ലേ. കാട്ടിലൊക്കെ നമ്മൾ അല്ലെ പുല്ല് നിറഞ്ഞ ഭാഗത്തൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിലൊക്കെ കടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിയാണ് ലീച്ചസ് എന്ന് പറയുന്നത്. കൊളയട്ട, രക്തം ഊറ്റി കുടിക്കുന്ന ഒരു ജീവിയാണ് കുളയട്ട എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് എർത്ത്വേമും ലീച്ചുകളും എങ്ങനെയാണ് മൊണേഷ്യസ് ആണ്. മൊണേഷ്യസ് മീൻസ് ബോത്ത് സെക്സ് ഓർഗൻസ് ആർ സീൻ സെയിം ആനിമൽ. മെയിലെന്നോ ഫീമെയിലെന്നോ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അവർ ഹെർമാഫ്രോഡൈറ്റുകളാണ്. അപ്പോൾ ലീച്ച് ഇവർ രണ്ടുപേരും എർത്ത്വേമും എന്താണ് മൊണേഷ്യസ് ആണ്. ഇനി റീപ്രൊഡക്ഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് എഗ്ഗ് ഉണ്ടാവുന്നത് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് എഗ്ഗ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നീറസ് ഡയേഷ്യസും എർത്ത്വേമും ലീച്ചും മൊണേഷ്യസ്. അത് തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരുന്നോണം. ഡയേഷ്യസ് മീൻസ് ബോത്ത് ദ സെക്സസ് ആർ സെപ്പറേറ്റഡ്, അതിനെയാണ് ഡയേഷ്യസ്. സെപ്പറേറ്റ് ചെയ്തിട്ടില്ലാത്തവരെയാണ് നമ്മൾ മൊണേഷ്യസ് എന്ന് പറയുന്നത്. ഇതിലെ എക്സാമ്പിൾസ് ഇപ്പം നമ്മൾ പറഞ്ഞ ആളുകളൊക്കെയാണ് നീറസ്, കടലിലെ മണൽത്തിട്ടയിലൊക്കെ കാണുന്ന ജീവിയാണ്. പിന്നെ എർത്ത്വേമിൻ്റെ പേരാണ്, ശരിക്കും ഉള്ള സയൻറ്റിഫിക് നെയിമാണ് ഫെറിറ്റിമ എന്ന് പറയും. ഫെറിറ്റിമ, അത് ഓർത്തിരിക്കുക. എർത്ത്വേമിനെ കുറിച്ച് നമുക്കറിയാം, ഫാമേഴ്സ് ഫ്രണ്ട് ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നേച്ചേഴ്സ് പ്ലൗമാൻ, കർഷകൻ്റെ കലപ, അല്ലെങ്കിൽ കർഷകൻ്റെ കൂട്ടുകാരൻ എന്നൊക്കെയുള്ള നമ്മൾ അറിയപ്പെടുന്നതാണ് എർത്ത്വേം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ആളാണ് ലീച്ച്. ലീച്ചിൻ്റെ പേരാണ് ഹിറുഡിനേറിയ എന്നാണ് ഇനി പറഞ്ഞത്. ഹിറുഡിനേറിയ എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത, അത് എന്താ ഫുഡെന്ന് പറഞ്ഞാൽ അത് ബ്ലഡാണ് സക്ക് ചെയ്യുന്നത്. ബ്ലഡ് സക്കിങ് ആണ് ലീച്ച്. പിന്നെ ഈ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ ശരീരത്തിൽ കടിച്ചാൽ നമ്മൾ അറിയത്ത് പോലുമില്ല. ഇത് കടിച്ച് ബ്ലഡ് എല്ലാം ഊറ്റി കുടിച്ച് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് വിട്ടുപോകും. എന്നാലും നമ്മളുടെ ശരീരത്തിലുണ്ടായ മുറിവിൽ കൂടെ രക്തം വാർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ലീച്ച് കൊളയട്ട കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലഡ് ഊറിക്കൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വായിലുള്ള സലൈവയ്ക്കകത്ത്, ഉമിനീരിൻ്റെ അകത്ത് ഹിറുഡിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻറ്റ് സബ്സ്റ്റൻസ് ഉണ്ട്. ആൻറ്റി കൊയാഗുലൻറ്റ് മീൻസ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കാത്ത, അല്ലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസാണ് ഹിറുഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിറുഡിൻ ഉള്ളത് കൊണ്ടാണ് ഈ അനിമലിന് ആ പേര് വന്നതും, ഹിറുഡിനേറിയ എന്നുള്ള പേരും വന്നത്. അപ്പോൾ ആൻറ്റി കൊയാഗുലൻറ്റ് ആൻറ്റി കൊയാഗുലൻറ്റ് ഉള്ളതുകൊണ്ട് ബ്ലഡ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ക്ലോട്ട് ചെയ്യാതെ ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നീറസ്, എർത്ത്വേം, ലീച്ച്, ഈ 3 ജീവികളാണ് ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ. അനിലിഡയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദേ ആർ മറൈൻ ഓർ ടെറസ്ട്രിയൽ, ഫ്രീ ലിവിങ് ഓർ സംടൈംസ് പാരസിറ്റിക്. ദേ എക്സിബിറ്റ് ഓർഗൻ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആൻഡ് ബയലാറ്ററൽ സിമെട്രി. They are triploblastic, metamerically segmented, coelomate animals ആണ്. Their body surface is distinctly marked out into segments or metameres and hence the phylum name Annelida. Segmented worms എന്നാണ് അറിയപ്പെടുന്നത്. They possess longitudinal and circular muscles which help in locomotion. പിന്നെ aquatic annelids like Nereus possess lateral appendages like Parapodia which help in സ്വിമ്മിങ്. പിന്നെ അതുപോലെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അവർക്ക്. അതൊരു പ്രത്യേകതയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. പിന്നെ അതുപോലെ അവരുടെ എക്സ്ക്രീഷൻ ഇസ് പെർഫോംഡ് ബൈ നെഫ്രീഡിയ എന്നുള്ള കാര്യം. പിന്നെ നെർവ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റം ഡെവലപ്ഡ് ആണ് വിത്ത് പെയർഡ് ഗാംഗ്ലിയോൺസ് കണക്റ്റഡ് വിത്ത് ലാറ്ററൽ നെർവ്സ് ടു എ ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. പെയർഡ് ഗാംഗ്ലിയോൺസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. Nereus' aquatic form is dioecious and earthworm or leeches are ഇങ്ങനെയാണ് മൊണേഷ്യസ് അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് ആണ്. റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ ആണ്. ഇത്രയാണ് അവരുടെ പ്രത്യേകത.
അപ്പോൾ ഈ അനിലിഡയിൽ ചില പ്രത്യേകതകൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, നെഫ്രീഡിയ ഉള്ള കാര്യം ഓർക്കണം. പിന്നെ ഹെർമാഫ്രോഡൈറ്റ്സ് ആണ് എർത്തുവമും ലീച്ചും എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞ് സെഗ്മെൻറ്റഡ് വേംസ് എന്നാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ ലീച്ചിൻ്റെ പ്രത്യേകത, പാരപ്പോഡിയ നീറസിൻ്റെ അകത്തുള്ള ലോക്കോമോട്ടറി ഓർഗനാണ് പാരപ്പോഡിയ. പിന്നെ ഇതുപോലെ എർത്തുവമിൻ്റെ അകത്ത് നമുക്ക് ഉള്ള ഒരു ഓർഗനുണ്ട്, ലോക്കോമോട്ടറി ഓർഗനുണ്ട്. അതായത് ലോക്കോമോട്ടറി ഓർഗൻ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് എർത്തുവമിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സീറ്റെ എന്ന് പറയുന്ന ഒരു അവയവം കൂടി അതിൻ്റെ സ്കിന്നിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സീറ്റെ, SCTEA എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്ക് എർത്തുവമിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ. അതും നമ്മൾ പോയിൻറ്റ്സ് എല്ലാം മനസ്സിലാക്കി പോവുക. അനിലിഡയുടെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, നെഫ്രീഡിയ എന്നൊക്കെ ഉള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഹെർമാഫ്രോഡൈറ്റ് എന്നുള്ള കാര്യം ഇതെല്ലാം ഓർത്ത് നോട്ടും തയ്യാറാക്കി വെക്കുക.